ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ടവേരയുടെ ഇഞ്ചക്ടർ ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ചെറിയൊരു സ്മോക്ക് കണക്ക് ഫീൽ ചെയ്തു, അങ്ങനെ ഇളക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ JR ഡീസലിലാണ്. നമ്മൾ സ്ഥിരമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് JR ഡീസലിലാണ്. നമ്മളെ ബാലുവണ്ണാണ് നമ്മളെ സർവീസ് ചെയ്യുന്ന ആൾ. നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമ്മളെ ബാലുവണ്ണാണ്. ഇഞ്ചക്ടറും പമ്പൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത്. കഴിവത് റെഡിന് മേലെ നിർത്തുക. കഴിവത് എല്ലാവരും കുറച്ചാണ് അടിച്ച് ഓടുന്നത്. ഇപ്പോൾ ടാങ്കിലെ പമ്പ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ടാങ്കിലെ പമ്പ് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഡീസൽ അടിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോ പ്രഷർ പമ്പ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ടറുകളൊക്കെ ഓക്കെ, തുടങ്ങാം. ഇത് നമ്മളെ ടവേരയിൽ വരുന്ന ഇഞ്ചക്ടറാണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടൈപ്പ് സാധാ ഇഞ്ചക്ടറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഷർ ടെസ്റ്റിങ്ങിനാണ് വരുന്നത്. CRD എഞ്ചിനും മറ്റൊക്കെ ആയിട്ട് വരുന്നത് വേറെ രീതിയിലാണ്. എന്തോ സാധനം നോസിൽ ലീഡിൽ കംപ്ലൈൻ്റ് അല്ലേ? നോസിൽ നീഡിൽ ഇതിങ്ങനെ കാർബൺ കയറി എന്താ പറ്റും? പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. ബ്ലാക്ക് ഷെയ്ഡാണ്. അതും സെയിം കണ്ടീഷൻ തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാ FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് വരുന്ന സിസ്റ്റത്തിൽ വരുന്ന സാധാ ഇഞ്ചക്ടറാണ്. അപ്പോൾ CRD കണക്ക് വലിയ രീതിയിലുള്ള ചിലവോ പ്രശ്നങ്ങളോ ഒന്നും പൊതുവേ ഇതിന് വരാറില്ലല്ലേ? ലാസ്റ്റ് ചേഞ്ച് ചെയ്യും സാധനം. CRD ആണ് ഭയങ്കര തലവേദന. ഇത് കണക്ക് ഒരുപാട് കോമ്പൗണ്ട്സും കാര്യങ്ങളും അത് കണക്ക് സെൻസറി യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ തേച്ച് മിനിക്ക് വൃത്തിയാക്കിയിട്ടാലും സെറ്റായി കിടക്കും ചിലതൊക്കെ. ഇതാണ് സാധാ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് FIP. ഇതാണ് ഹൈ പ്രഷർ പമ്പ്. അതായത് നമുക്കിപ്പം വരുന്ന CRD എഞ്ചിനിലൊക്കെ വരുന്ന പമ്പ് സിസ്റ്റം ഈ കാണുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് പമ്പ് സിസ്റ്റം ഇതൊക്കെ CRD പമ്പുകളാണ്. ഈ ഇരിക്കുന്നത് അത് ഇരിക്കുന്നതൊക്കെ CRD പമ്പുകളാണ്. ഇതൊക്കെ ചെക്ക് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഇത് കണക്കൊരു മെഷീൻ സംവിധാനവും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ഡെൽഫിയുടെ ഇഞ്ചക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഒരു പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു മെഷീൻ സംവിധാനം, അതായത് ഇഞ്ചക്ടറിൻ്റെയും റെയിൽ പമ്പിൻ്റെയും റെയിലിൻ്റെയൊക്കെ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സാമ്പത്തിക ചെലവ് വരുന്നൊരു സംവിധാനം തന്നെയാണ് പമ്പ് റിപ്പയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ നോസിലും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് അതെല്ലാം വീണ്ടും റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. റീസെറ്റ് ചെയ്തിട്ട് പഴയ കണക്ക് തന്നെ ഈ ഒരു മെഷീനിൽ പ്രഷർ മെഷീനിൽ ചെക്ക് ചെയ്യും. പ്രഷർ എത്രത്തോളം ഉണ്ട്, കറക്റ്റാണോ എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യും. ഇതൊക്കെ ഒരു കൈവഴക്കവും എക്സ്പീരിയൻസും ആണ് അല്ലേ അണ്ണാ? നമ്മൾ നോസിൽ ഇതേ കണക്ക് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പ്രഷർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേരിയേഷനൊന്നുമില്ല. പിന്നെ നമുക്ക് അഥവാ പ്രഷർ കൂട്ടണോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ പ്രഷർ ഷിമ്മുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അധികം ഷിമ്മ് ആഡ് ചെയ്താണ് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യുന്നത്. എത്രത്തോളം വേണമെന്നുള്ളത് വേറെ വിഷയമൊന്നുമില്ല. പ്രഷർ എല്ലാം നോർമലി കറക്റ്റായിരുന്നു ഉണ്ടായിരുന്നു. ടഫ്ലോൺ ടൈപ്പ് അടിക്കുന്നത് എന്തിനാണെന്നാലും ചോദിച്ചാൽ അത് ലീക്ക് ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടഫ്ലോൺ ടൈപ്പ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ടർ എല്ലാം സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം CRD ആണെങ്കിലും അതിലേക്ക് FIP ആണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും ഇവിടെ എല്ലാ പരിപാടിയും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടവേരയുടെ ഇഞ്ചക്ടറൊക്കെ സർവീസ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീസൽ സംബന്ധമായിട്ടുള്ള CRD സംബന്ധമായിട്ടുള്ള എന്താണെങ്കിലും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വിളിക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റിൽ അവർ ചെയ്തു തരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.